1,10 1,10,000 കുറച്ചും കൊടുക്കാം. റെഡി പൈസ വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിലുണ്ട് 65,000 കൊടുക്കണം. 65,000 ഒമ്നിയാണ് ഈ കിടക്കുന്ന ഒമ്നില്. നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് 10,20,000 കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് 10,20,000 വണ്ടി കൊടുക്കും. ആ തീർച്ചയായിട്ടും 20,000 കൊടുക്കുമോ? നോക്കാം. 1,40 കേട്ടോ. 1,40,000 7 സീറ്റ് ഈക്ക് കൊടുക്കാം. അടുത്ത് ലോണും കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഒരു 10-40 മുടക്കിൽ വണ്ടി എടുക്കാം. 1,30,000 ലാൻസർ ബ്ലാക്ക് എഡിഷൻ വണ്ടി കൊടുക്കാം. അത് കുറച്ചും കൊടുക്കാം. ഫാൻസി നമ്പറിലല്ലേ ചോദിക്കുന്നത്? 9,90,000 9,90,000. 11-12 രൂപ ലോൺ കിട്ടാറുണ്ട് കേട്ടോ. 9,90 10-12 ലോൺ കയറും. മേപ്പെട്ടോളാം. ലോൺ 1,90,000 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാം. 1,000 ലോൺ കൊടുക്കാം. 1,90,000 വണ്ടിക്ക് 1,00,000 ലോണും കയറും. 19-90 മുടക്കിൽ വണ്ടി എടുക്കാം. 1,60,000 1,60,000 ലാൻസർ കൊടുക്കാം. വെള്ള കളർ അലവിലിട്ട വണ്ടി. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ആയിരക്കണക്കിന് നമ്മളങ്ങനെ വീണ്ടും കൊണ്ടോട്ടി തറയിട്ടാനുള്ള KS കാർസിലെ വീണ്ടെത്തിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലെ 10-20 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറ്റുന്ന അടിപൊളി ഷോറൂമാണ്. വരുമ്പോ ഒരു മെക്കാനിക്കിന് കൊണ്ടുവരാം. ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കാം. നമ്മളെ കോളേജിന് ഓണറല്ല മെയിൻ നോട്ടക്കാർ പുസ്തകത്തിൽ സുഖല്ലേ? ആ ലൊക്കേഷൻ പറഞ്ഞാൽ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാണ് സ്ഥലത്താണ് ഷോപ്പ് വരുന്നത്. ഷോപ്പ് വരുന്നുണ്ട്. ഈ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാല് 2 ലിങ്ക് കിട്ടും. അതിൽ ഫസ്റ്റ് ലിങ്ക് മൊത്തം വണ്ടിന്റെ കാറ്റലോഗ് ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ ലിങ്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. വരുമ്പോ ഒരു മെക്കാനിക് കൊണ്ട് വരണം. നിർബന്ധമല്ലേ? വിശ്വാസത്തോടെ ആളെ കൊണ്ടുവന്നാൽ മാക്സിമം നോക്കി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പെടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളും കാണാത്ത നമ്മളും കാണാത്ത നിങ്ങൾ കൊണ്ട് വർഷാപ്പ് വരികയാണ്. അതെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ? എത്ര മുതലുണ്ടല്ലോ സ്റ്റാർട്ടിംഗ് ഉണ്ട്? ലോ ബഡ്ജറ്റിന് ഒരുപാട് വണ്ടികളുണ്ട്. മാരുതി ഇങ്ങനത്തെ ഒരുപാട് 60,000 മുതലൊക്കെ മാരുതികൾ. ഏകദേശം ഒരു 10ഓളം മാരുതികളുണ്ട്. സഫാരികളുണ്ട്. സെന്നുകളുണ്ട്. ചെറുവണ്ടികൾ കുറെ ലാൻസറുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ? ടാക്സിയിലാണ് അങ്ങനത്തെ വരും. ലക്ഷറി വണ്ടികളാണ് അങ്ങനത്തെ വരും. എല്ലാ മോഡൽ വണ്ടി നമ്മൾ കൊടുക്കും. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടി കൊടുക്കും. അത് കുറഞ്ഞ വിലക്ക് മാക്സിമം ലോണില്ലേ? ഫുൾ ലോണിൽ ഒരുപാട് വണ്ടി ഉണ്ടല്ലേ? 100 കണക്കിന് വണ്ടി ഫുൾ ലോൺ കൊടുക്കും. 200ഓളം വണ്ടികളും ഉണ്ടല്ലോ അല്ലേ? അതാണ് ഒക്കെ വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലിൽ കാണി മറക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ അടിപൊളി ബെൻസ് ആയിക്കോട്ടെ അല്ലേ? ബ്ലാക്ക് എഡിഷൻ ബെൻസ് ആണ്. ചെറിയ മുടക്കിൽ ഇറക്കാൻ പറ്റിയ ബെൻസ് അല്ലേ? 2014 മോഡൽ C220 C220 14 മോഡലുണ്ടല്ലേ? ഫുൾ ബ്ലാക്കിലെ ഫുൾ ബ്ലാക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഏറ്റവും ഫുൾ വണ്ടി. ഇത് എത്ര ഓടിക്കണെന്നാല്? ഓട്ടം 89,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള് സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത്. ഇവനെ റീപ്ലേസ് ചെയ്യല്ലോ? ഇല്ല, ഒന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടല്ലേ? എത്ര എന്നാല് ഈ ബെൻസിന് ചോദിക്കുന്നുണ്ട്? നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് 10,20,000 കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് 10,20,000 വണ്ടി കൊടുക്കും. ആ തീർച്ചയായിട്ടും 20,000 കുറക്കുമോ? നോക്കല്ലേ? കസ്റ്റമർ വരികയാണെങ്കിൽ മാക്സിമം കുറച്ചും കൊടുക്കും. എടുക്കുന്ന കണ്ടീഷൻ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കുമല്ലേ? കേരള നമ്പർ ആക്കിയില്ല റൈറ്ററിന്റെ അല്ലേ? വേറെ മാറ്റമൊന്നും ഇല്ലല്ലോ. ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്ക് ഒരു 10 രൂപ 11 രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. ലോൺ അതിലേറെ കയറുമോ? 10 രൂപയാണ് ചോദിക്കുന്നത്. 10-12 രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 10,20,000 ചോദിക്കുന്നുണ്ട്. 10,00,000 മേലെ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. ഫുൾ ലോൺ പെൻസും കൊടുക്കാം. അല്ലെ ഒരു 1,00,000 പോലെ ക്യാഷ് ബാക്ക് ആയിട്ട് അങ്ങനെ കൊടുക്കാം. ആയിട്ട് കളിക്കണമൊക്കെ മാക്സിമം ലോൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോ? 14 മൈലേജ് ഉണ്ട്. കല്യാണത്തിനൊക്കെ ട്രിപ്പ് ഓടാൻ പറ്റുമല്ലോ അല്ലേ? നല്ല വണ്ടിയാണ്. ഡീസൽ വണ്ടി ആവുണ്ടല്ലേ? ഇന്ന് അടുത്ത വണ്ടി BMW ആണല്ലേ? 2013 മോഡല് 15 രജിസ്ട്രേഷൻ X1 കേട്ടോ. X1 ആണ്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടില്ലേ? എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടം 1 സംതിങ് ഉണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പിന് ആരാ പറയാൻ? സെക്കൻഡ് ഓണർഷിപ്പ് തോന്നുന്നു കേട്ടോ നിലവിലുള്ളല്ലേ? ഇതുമ്മ റീപ്ലേസോ കാര്യങ്ങളോ എന്ത് ചെയ്യണ്ടോ? മേജർ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ലല്ലേ? ഇത് ഓട്ടോമാറ്റിക് അല്ലേ? നല്ല വൃത്തിലുണ്ടല്ലേ? ലെതർ കവറ് കാര്യങ്ങള് ഫുള്ള് പക്ക വണ്ടി. എത്രയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 8,90,000. 8,90,000 ഒറിജിനൽ കേരള കേട്ടോ. ഒറിജിനൽ കേരള വണ്ടിയാ? തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. 8,90,000 കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെയാണ്? ലോൺ നമുക്കൊരു 7 രൂപ ലോൺ കൊടുക്കാം. 7,00,000 ലോണും കയറും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോൺ ചാൻസ് ഉണ്ട്. കയറും. നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ. അല്ലെങ്കിൽ ഒരു 1,00,000 മുടക്കിൽ വണ്ടി ഇറക്കല്ലേ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഇതിനൊരു 14-13 മൈലേജ്. ആ ലെവലിലാണ് ഏകദേശം മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? അടുത്ത വീണ്ടും BM 2012 മോഡൽ X3 കേട്ടോ. X3 ആണല്ലേ?
KL11 കോഴിക്കോടാണല്ലേ? കോഴിക്കോട് ഒറിജിനൽ കേരള വണ്ടി. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 92,000. ഓണർഷിപ്പ് മൂന്നാമത്തെ. റീപ്ലേസ് ഉണ്ടോല്ലേ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നല്ല വൃത്തിയുള്ള ഇതൊക്കെ ഹിസ്റ്റർ ഉണ്ടാവോ? എല്ലാം കമ്പനി ഹിസ്റ്ററുള്ള? അപ്പൊ ആ കാര്യത്തിൽ പേടിക്കണ്ടല്ലോ അല്ലേ? എല്ലാം ഓട്ടോമാറ്റിക് ആയിക്കാരല്ലേ? ഫുൾ ഓടാട്ടാ. ഏറ്റവും ഫുൾ ഓപ്ഷൻ മതില്ലേ? നല്ല അടിപൊളി ഒരു എക്സ്യൂവിലെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാല്? ഇതിന് ചോദിക്കണത് 990 9,90,000. 11-12 രൂപ കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 990 10-12 ലോൺ കയറും. ഒക്കെ മേപ്പെട്ടുള്ള ലോൺ അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വില കുറച്ചാണ് നല്ലോണം ലോൺ കൊടുക്കും. ഒരു 2-3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടും അല്ലേ? മൈലേജ് ആണ് 10-14. 12 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഒരേ ലെവലിന് ഏകദേശം അല്ലേ? 15-ന്റെ ഉള്ളിൽ മൈലേജ് എന്തായാലും കിട്ടും. ഈ 3 ലക്ഷം രൂപ കിട്ടും ബെൻസിനും BM-നും ഒക്കെ അല്ലേ? എന്നാ അടുത്ത വണ്ടി ഓടിയെ കൊണ്ട് ഓടി Q5 കേട്ടോ. Q5 ആണല്ലേ? 2011 മോഡല്. 2011 മോഡല്. KL7 എറണാകുളം ആണല്ലേ? ടോപ്പിന്റെ ഒറിജിനൽ കേരള ഫുൾ ഓപ്ഷൻ വണ്ടി. ഒറിജിനൽ കേരള വണ്ടി ആണല്ലേ? കേരള വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 150 ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസ് ഉണ്ട്. 1.5 കമ്പനി ഹിസ്റ്ററുള്ള വണ്ടി. ഇഷ്ടമുള്ള വണ്ടിയാണ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആ പരിപാടി ഇല്ല. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ചോദിക്കണത് 7,50,000. 7,50,000. അതില് കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, നമുക്ക് ലോൺ എത്ര കയറുന്നാലും ഇതിപ്പോ? ലോൺ നമുക്കൊരു പകുതി അമൗണ്ട്, വണ്ടിന്റെ നേരെ പകുതി ലോൺ കൊടുക്കാം. 7 നേരെ പകുതി ലോൺ എടുക്കും. എന്തായാലും 5 ലക്ഷം ലോൺ എടുക്കും അല്ലേ? 5-4 കൊടുക്കാം അല്ലേ? 4-5 ലോൺ. പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കും. ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും മാക്സിമം ലോൺ അല്ലേ? 10-14 മൈലേജ് കിട്ടും. 12-13 ആ ലെവല് മൈലേജും കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി അല്ല അടിപൊളി ടാറ്റന്റെ നെക്സോൺ. ടാറ്റ നെക്സോൺ വെറൈറ്റി കളർ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു വെറൈറ്റി പച്ചയാണ് അല്ലേ? 2022 മോഡൽ ഉണ്ട് അല്ലേ? ഇത് ഓപ്ഷനാ ഫുൾ ഓപ്ഷനാ? അല്ല, ഫുള്ള് നേരത്തെ. ഇന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 44 കിലോമീറ്റർ സെക്കൻഡ് RC കേട്ടോ. 44,000 ഓടിക്കുന്നുണ്ട്. 41,000 കിലോമീറ്റർ സെക്കൻഡ് RC. സെക്കൻഡ് ഓൺഷിപ്പിലെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ഒരു പരിപാടി ഇല്ലല്ലേ? സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺറൂഫ് ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. കുട്ടികൾക്ക് ആകാശം കണ്ടിങ്ങനെ പോകലേ? മഴ പെയ്യണ്ടൊക്കെ ലൈവായിട്ട് കാണാല്ലേ? അതാണ് കമ്പനി സർവീസ് ഉണ്ട് അതിന്. സർവീസിലാണ് എല്ലാ പരിപാടിയുള്ള വണ്ടിയില്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം? അങ്ങനെയാണെങ്കിൽ 9,50,000 9.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. അത് കുറച്ചിട്ടാണ് കൊടുക്കും. നമുക്ക് 8 ലക്ഷം വരെ ലോൺ കൊടുക്കും. 8.5 ലോൺ കൊടുക്കും. മാക്സിമം ലോൺ കയറും. ഒരു 10-50,000 60,000 മുടക്കിൽ വണ്ടി എടുക്കാല്ലേ? ഒരു 7% ഉണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഞ്ചിന് മെക്കാനിക് ഉഷാറാണ്. കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 16 മൈലേജും കിട്ടും. 2027 എഞ്ചിൻ വാറന്റി. എഞ്ചിൻ വാറന്റി ഉണ്ട്. മൈലേജ് ഉണ്ടാവും അല്ലേ? എല്ലാം കൊണ്ട് ഉഷാറല്ലേ? എന്നാ അടുത്ത വണ്ടി അടിപൊളി വർണ്ണ. അതും ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഗ്രേ കളർ അല്ലേ? 2014 മോഡൽ സെക്കൻഡ് RC വണ്ടി. ഫാൻസി നമ്പർ 707 നമ്പർ ഉണ്ടല്ലോ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷനാ? ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാം കൊണ്ട് ഉഷാർ അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. 1.10 ഓടിയിട്ടുണ്ട്. 1.10. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്? സെക്കൻഡ്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ലല്ലേ? ഇല്ല. ലക്ഷറി ലുക്കിൽ പോകാം. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നുണ്ട്? ഇതിന് ആസ്കേഡ് 4,40,000 4.40 ചോദിക്കുന്നുണ്ട്. 4 to 4.5 വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 4.40 4 ലക്ഷം ലോണും കയറും. 16 റുപ്യ എണ്ണ അടിച്ചാൽ വേറെയും കൊടുക്കും. ക്യാഷ് ബാക്ക് വണ്ടികൾ ഒരു വണ്ടികളൊക്കെ നല്ല വണ്ടികൾ. എത്ര മൈലേജ് ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ? 16 മൈലേജും കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാം. അടുത്ത വണ്ടികൾ പിന്നെ ഫുള്ള് റിഡ്സുകളാണല്ലേ? റിഡ്സ്. അപ്പൊ ഈ റിഡ്സ് തന്നെ വെള്ള റിഡ്സ് തന്നെ മോഡൽ തന്നെ? 2009 മോഡൽ 2029 വരെ പേപ്പർ ഫിറ്റിലുള്ള വണ്ടി കേട്ടോ. അപ്പൊ നിലവിലെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. KL11 കോഴിക്കോടാണല്ലേ? കോഴിക്കോട് വണ്ടി. ലിമിറ്റഡ് ആണത്. അതിന്റെ ഉള്ളു നല്ല വൃത്തി ഫുൾ ചെയ്തതാണ്. പണി ചെയ്താണല്ലേ? വെറൈറ്റി ഒക്കെ കളറൊക്കെ ചെയ്ത വണ്ടി. സോഫ്റ്റ് കളർ ആക്കിയത്. സെക്കൻഡ് RC കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളല്ലേ? 2025 ഡിസംബർ ഇൻഷുറൻസ് ഉണ്ട്. അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ? ഇതൊക്കെ സ്റ്റിക്കർ വർക്ക് പെയിന്റാ? ഫുള്ള് പെയിന്റ് ചെയ്ത്. എല്ലാം അടിപൊളിയൊക്കെ ഉണ്ടല്ലേ? എടുക്കുന്നവർക്ക് സ്വർഗത്തിൽ ഇരിക്കും പോലെ ഇരിക്കുന്ന ഇങ്ങനെ പോകല്ലേ? പണിയും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ലല്ലേ? തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇഞ്ചിന് മെക്കാനിക് ഉഷാറാണല്ലേ? ഫുൾ പണിപ്പിച്ചോണ്ടില്ലേ?
ഓണർഷിപ്പ് എത്ര സെക്കൻഡോ? സെക്കൻഡ്. റീപ്ലേസ് ഇല്ല? ഇല്ല, ഒന്നുമില്ല. എന്നാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇതിന് 1.90 ചോദിക്കണത്. ഇതിന് കുറച്ച് കൊടുക്കാം, ₹1,000 ലോണും കൊടുക്കാം. 1,90,000 വണ്ടിക്ക് 1,00,000 ലോണും കയറും. ₹19,90 മുടക്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഡീസൽ വണ്ടി. നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. ഏകദേശം 10 മിനിറ്റ് കിട്ടോ? മൈലേജ് ഉണ്ടല്ലോ. എന്നാ അടുത്ത വണ്ടി വീണ്ടും റിഡ്സ് ആണ്. കോഫി കളർ ആണല്ലേ? 2010 മോഡൽ ഡീസൽ കേട്ടോ. പുതിയ പേപ്പർ കൊടുക്കണ്ടേ? 10 മോഡൽ ഡീസൽ വണ്ടി. ഫുൾ പേപ്പർ ക്ലിയർ ആണല്ലേ? പാർട്ടിക്ക് പുതിയ പേപ്പർ ചെയ്തോ. ഓല പേർക്ക് പുതിയ എടുത്താൽ കൊടുക്കൂല. ഫാൻസി നമ്പർ ആണ് 1212. ഡീസൽ വീഡിയോ കേട്ടോ. ഡീസൽ വണ്ടി വീഡിയോ ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. 1.34 ഓടിയിട്ടുണ്ട്. ഇഞ്ചിൻ വെക്കാനൊക്കെ ഉഷാറാണല്ലോ. നിങ്ങൾ ആരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി. അതാണ് ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞല്ലേ? ആ ഗ്യാരണ്ടിയിൽ ഇങ്ങനെ വണ്ടി കൊണ്ടുപോകാം. സീറ്റർ അത് ഉഷാറാണ്. എല്ലാം ഉഷാറ്. ഫാൻസി നമ്പർ അല്ലേ? 12 എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? 2.10 ചോദിക്കുന്നുണ്ട്. അതിൽ പുതിയ 5 വർഷം പേപ്പർ കൊടുത്തു കേട്ടോ. 5 വർഷം പേപ്പർ തുറക്കും. ആ തെറിച്ചൊക്കെ കുറക്കും. കുറച്ച് നോക്കാം. നമുക്ക് ₹1 ലോൺ കൊടുക്കാം. 1,00,000 ലോൺ കയറും. 1,00,000 മുടക്കിൽ 80,000 മുടക്കിലൊക്കെ വണ്ടി എടുക്കല്ലേ? നല്ല ഫാൻസി നമ്പർ, നല്ല വൃത്തിയിലുണ്ടല്ലേ? 10 മൈലേജും കിട്ടും. എന്നാ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ചാകരയാണല്ലേ? സ്വിഫ്റ്റ് ഉണ്ട്. എങ്ങനെ മോഡലുണ്ട് ഈ സ്വിഫ്റ്റ്? വെള്ള 2013 മോഡല്, 14 രജിസ്ട്രേഷൻ, 2029 പേപ്പർ ഉണ്ടാവും. 29 പേപ്പർ ഉണ്ട്. ഇപ്പോ 1 ഓടിയിട്ടുണ്ട്. ടയർസൊക്കെ പുത്തനാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ എത്ര ഓടിക്കണ്ട? 1.21. റീപ്ലേസ് ഉണ്ടോന്നാലേ? ഇല്ല, ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്നാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ചോദിക്കണത് 3.5 ആണ്. 3,00,000 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കൊടുക്കൂ. കുറച്ച് കൊടുക്കാം. നമുക്ക് ഒരു 3,00,000 ലോൺ കൊടുക്കാം. ₹50 ഇറക്കി കൊടുക്കാം. വെറും 50,000 മുടക്കില് സ്വിഫ്റ്റ് ഇറക്കാൻ മതി. അത് ഉഷാർ വണ്ടില്ലേ? റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടില്ലേ? ലോൺ കയറുമ്പോ ₹3 കൊടുക്കാം. ₹3 ലോൺ കയറും അല്ലേ? എന്നാ അടുത്ത വണ്ടി നെക്സോണ അൾട്രോസ്. അൾട്രോസ് അല്ലേ? 2021 വണ്ടി കേട്ടോ. 2021 വണ്ടി. 26 വാറണ്ടി ഉണ്ടാവും. 26 വരെ വാറണ്ടി ഉള്ള വണ്ടി. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വണ്ടില്ലേ? 28 ഫാൻസി നമ്പറും ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പിലെ 80,000 ലോൺ ഓടിയിട്ടുണ്ട്. 8-4 80,000. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മേജർ ഒന്നുമില്ല. ഏറ്റവും ടോപ്പ് കേട്ടോ. ഏറ്റവും ടോപ്പിന് ഉണ്ടല്ലേ? ലെതറിന്റെ കവറ് കാര്യങ്ങള് എല്ലാം ഉഷാറുണ്ടല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണത്? ചോദിക്കണത് 6.10 ആണ്. 6.10. അത് കുറച്ച് കൊടുക്കും. നെഗോഷ്യബിൾ ആണ്. നമുക്ക് 5 ലോൺ കൊടുക്കാം. 5.5 ലോൺ മാക്സിമം വരും. 10,000 മുടക്കി നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇതിപ്പോ പെട്രോൾ അല്ലേ? ഡീസൽ. എത്ര മൈലേജ് കിട്ടും? ഡീസലിന് 20 കിലോമീറ്റർ മൈലേജും കിട്ടും. അടുത്തോണ്ട് ഡാക്സന്റെ ഗോ ആണിത്. റെഡിഗോ. 2017 മോഡല് കണ്ടിട്ടോ. 17 മോഡൽ റെഡിഗോ ആണല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? ടി ഓപ്ഷൻ അല്ലേ? AC പവർ സ്റ്റാറിംഗ്, 2 ഡോർ വിൻഡോ വരില്ല. സെക്കൻഡ് RC വണ്ടി 84 ഓടി ഉണ്ടോ? 8-4. റീപ്ലേസ് ആണല്ലേ? ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും മെയിൻ ക്ലാസ് മാറിക്കിടും. വേറെ മേജർ കാര്യങ്ങളൊന്നും നല്ല വൃത്തിയിലുണ്ടല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ടയറും ഉണ്ട്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ചോദിക്കുന്നത് 1,80,000 ആണ്. ഫുൾ ലോൺ കൊടുക്കാം. 1,80,000 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. ഫുൾ ലോൺ ആണ്. ₹1 മുടക്കും വേണ്ടല്ലേ? അത്യാവശ്യം വൃത്തിയിലുണ്ടല്ലേ? ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടി. മൈലേജ് തൊട്ട് പെട്രോൾ ആകുമ്പോ അതിന്റെ 15-16 മൈലേജും കിട്ടും. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. 2008 മോഡൽ. സ്വിഫ്റ്റ് 2008 മോഡല്. 2028 പേപ്പർ ഉണ്ട്. നിലവിലുണ്ട്. അലവിലൊക്കെ ചെയ്തോണ്ടില്ല. സെക്കൻഡ് RC ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പില്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. നല്ല ബോഡി ഫിനിഷിംഗ് ഉള്ള വണ്ടിയാണ്. വൃത്തിയുണ്ട്. സീറ്റർ കാര്യങ്ങളൊക്കെ അതൊക്കെ ഉഷാറാക്കി വണ്ടിയില്ലേ? അലവിലൊക്കെ ചെയ്തല്ലേ? 5 അലവിലുണ്ടോ? 5 അലവിലുണ്ടാവും അല്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നാല്? 1,85. 1,85,000 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. അത് കുറച്ചിട്ട് കൊടുക്കും. ലോണ് കാര്യങ്ങള് ലോൺ നമുക്ക് ₹1 കൊടുക്കാം. ലോണും കയറും. 19,000 മുടക്കി ലോൺ കയറ്റാലല്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഗോൾഡൻ കളർ അല്ലേ? 2009 മോഡല് ഡീസലാണ് കേട്ടോ. 9 മോഡല് ഡിസയർ അല്ലേ? ഡീസൽ വണ്ടി. ടയർസൊക്കെ 4 പുത്തനാണ്. കടുപുത്തൻ ടയർ ഉണ്ട് അല്ലേ? എത്ര ഓടിക്കണമെന്നാല്? ഇത് ഓട്ടം
ഒന്നിന് വില ഉണ്ടോ? 1.5 ഓടിയിട്ടുണ്ട്, സെക്കൻഡ് RC കേട്ടോ. 1.5 കോടി അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല മെക്കാനിക്കൽ ഫിറ്റുണ്ട് കേട്ടോ. മെക്കാനിക് ഇഞ്ചിനൊക്കെ ഉഷാറാണല്ലേ? ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്, ചുരുക്കാക്കി ചെയ്തോണ്ട്. ടയറൊക്കെ കടുപ്പുത്തൻ ടയറും ഉണ്ട്. പിന്നെ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നാല്? ഇതിന്റെ 2,10,000. 2,10,000? 2,10,000 ചോദിക്കുമ്പോ കുറച്ച് കൊടുക്കും. ഉറപ്പ് ലോണും കൊടുക്കാം. 1 ലക്ഷം ലോണും കയറും. ലോൺ കൊടുക്കാം. എന്തായാലും ഒരു 19 രൂപ മുടക്കിൽ വണ്ടി എടുക്കാല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസയർ ബ്ലൂ കളർ അല്ലേ? ഇത് 2008 മോഡൽ, 2029 പേപ്പർ ഉണ്ട്. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. VXI ഫാൻസി നമ്പർ ഉണ്ടല്ലേ? പെട്രോൾ വണ്ടി ആണല്ലേ? പെട്രോൾ വണ്ടി. അലവിലൊക്കെ ചെയ്ത വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.18 ഓടിയിട്ടുണ്ട്. 1.18. ചോദിക്കണ വില 1,70,000 കേട്ടോ. 1.70. നല്ല വൃത്തിയുള്ള സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോണല്ലേ? നമുക്ക് ₹1 ഫിനാൻസ് വേണ്ടി നോക്കാം. ₹1 കയറ്റി കൊടുക്കാം. എന്തായാലും 19 രൂപ അടുത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാതെ. എത്ര 2.10? 1,70,000. 1,70,000 വണ്ടി ചോദിക്കുന്നുണ്ട്. 1 ലക്ഷം ലോൺ കയറും. 70,000 മുടക്കില് വണ്ടി ഇറക്കും ചെയ്യാം. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. 15-16 മൈലേജ് കിട്ടും. എന്നാ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസയർ. ഇത് 2009 തന്നെയാണ്. 29 പേപ്പർ ഉണ്ട്. പേപ്പർ ഉണ്ടല്ലേ? 79,000 കിലോമീറ്റർ കേട്ടോ. 79,000 ആകെ ഓടിക്കുള്ളൂ. ഇത് ഓപ്ഷൻ ഡീസലാ? അല്ല, പെട്രോൾ VXI. VXI ആണല്ലേ? എന്നാ കിലോമീറ്റർ കാര്യങ്ങള്? 79,000. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. എന്നാ ചോദിക്കണ്ട റേറ്റ്? ചോദിക്കുന്നത് 1,90,000. ചോദിക്കണ്ടല്ലേ? അത് കുറച്ച് കൊടുക്കും. സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ? കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പറൊക്കെ റെഡി ആണല്ലേ? പേപ്പർ 29 എല്ലാ പേപ്പറും ഉണ്ട്. എല്ലാ പേപ്പറും അതിന്റെ ശേഷം നോക്കിയാൽ മതില്ല. എന്നാ ഇതിന്മേ ലോൺ കയറും? ലോൺ നമുക്ക് ഉറപ്പ് നോക്കാം. 1 ലക്ഷം ലോണും കയറും. ഒരു 50 രൂപ ഇറങ്ങും. 19 രൂപ ഇറക്കാല്ലേ? പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ? പെട്രോൾ മൊത്തം മൈലേജ് കിട്ടും. 15-16 മൈലേജ് കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ഈക്കോകളല്ലേ? ഈക്കോ ഒമ്നികൾ കുറെ ഉണ്ടല്ലോ. അപ്പൊ നീല കളർ ഈക്കോ മോഡലുണ്ട്. 2010 മോഡലാണ്. 10 മോഡലാണ്. AC വണ്ടിയുള്ളത്? അല്ല, 7 സീറ്റാ. 7 സീറ്റ്. AC ഇല്ലാത്തതാണ് അപ്പല്ലേ? എത്ര ഓടിക്കണമെന്നല്ലേ? ഓട്ടം 1.5 ഓടിയിട്ടുണ്ട്. 1,05,000. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 4th ആണ് കേട്ടോ നിലവിലുള്ളല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഈ 10ാം മാസം വരെ പേപ്പർ ഉണ്ട് കേട്ടോ. ഈ 10ാം മാസം വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ? അപ്പൊ അതിന് ശേഷം നോക്കിയാ മതില്ലേ? 7 സീറ്റ് വണ്ടി. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം കൊണ്ട് ഉഷാറില്ല വണ്ടിയില്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ? 1,40,000 കേട്ടോ. 1,40,000 7 സീറ്റ് ഈക്ക് കൊടുക്കാം. അടുത്ത് ലോണും കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഒരു 10-40 രൂപ മുടക്കിൽ വണ്ടി എടുക്കാം. പെട്രോൾ മൊത്തം മൈലേജ് കിട്ടും. 14 മൈലേജ് കിട്ടും. 14 മൈലേജ് കിട്ടും. പറയും ചെയ്യാം. എന്നാ അടുത്ത് ഒമ്നി ആയിക്കോല്ലോ. 2009-29 പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് 1,30,000 കൊടുക്കാം. 1,30,000 രൂപയ്ക്ക് ഒമ്നി കൊടുക്കല്ലേ? 29 പേപ്പർ എടുത്തിട്ട്. ഇത് ഓടിക്കണ 30 പേപ്പർ എടുത്താൽ ഇത് ഓടിക്കണ എത്ര നല്ലേ? ഓട്ടം 29-30 ഉണ്ടാവും അല്ലേ? കസ്റ്റമർ വരുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ? പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? നല്ല വൃത്തിയിലെല്ലാം ഗുഡ് ബോഡി ആട്ടോ. ഗുഡ് ബോഡിയാണ്. ടയറ് കാര്യങ്ങൾ സീറ്ററൊക്കെ ഉഷാറാണ്. പിന്നെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന? 1,30,000 പുതിയ പേപ്പർ. 5 വർഷം പേപ്പർ എടുത്തിട്ട് 1,30,000 രൂപയ്ക്ക് ഒമ്നിയാണ് കൊടുക്കുക. 5 സീറ്റ് അടിപൊളി വണ്ടി. ഓക്കെ. അതേ മാർക്കാണ് വീണ്ടും ഒമ്നിയാണല്ലോ. 2010 മോഡൽ വണ്ടി കേട്ടോ. 10 മോഡല് ഒമ്നി. എത്ര രൂപയുണ്ട്? ഇത് നമുക്ക് 1,10,000 കൊടുക്കാം. 1,10,000 രൂപയ്ക്ക് ഒമ്നി കൊടുക്കാം അല്ലേ? ചൊറുക്കുള്ള വണ്ടിയാണ്. 3390 നമ്പറും ഉണ്ട്. തിരക്കില്ലാത്ത ബോഡിയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? അങ്ങനത്തെ പറഞ്ഞു കൊടുക്കാം അല്ലേ? ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാറ്. സീറ്റാറ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയില്ലേ? ഇതിന് തുരുമ്പ് കാര്യങ്ങളുണ്ടോ? ഇല്ല. തുരുമ്പ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയില്ലേ? എത്ര? 1,10,000. 1,10,000 രൂപയ്ക്ക് കുറച്ചും കൊടുക്കാം. റെഡി പൈസ കൊണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിലുള്ള 65,000 കൊടുക്കണം. 65,000 രൂപ തന്നെ ഒമ്നിയാണ് ഈ കിടക്കുന്ന ഒമ്നില്ലേ? 2027 പേപ്പർ. 27 പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടിയില്ലേ? സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് കണക്കിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം കൊണ്ടും തുരുമ്പ് കാര്യങ്ങളൊന്നും ചെയ്യല്ലേ? ഇല്ല, മേജർ ഒന്നുമില്ല. 65,000 രൂപ കൊടുക്കാം. പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ? 27 ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ഉണ്ട്. അടുത്ത വണ്ടി നാനോ. എങ്ങനെ മോളിലുണ്ട്? 2014 വണ്ടി. 14 നാനോ. 90 രൂപ കൊടുക്കാം. 90,000 രൂപയ്ക്ക് നാനോ കൊടുക്കല്ലേ? ഒരു നീല കളർ വണ്ടിയില്ലേ? കുഴപ്പമില്ല, വൃത്തിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? 2 90 കൊടുക്കാം. 2 നാനോ 90,000 രൂപ കൊടുക്കുന്നുണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല.
20 വരെ മൈലേജ് കിട്ടുമേ? മൈലേജ് കിട്ടും, എന്തായാലും കിട്ടും. അതേമാതിരി തന്നെ ഈ ഞാൻ എങ്ങനെ മോഡലുണ്ട്? 14 14 മോഡല് എത്ര ഉണ്ട്? അതും 90 റുപ്യ. ഈ രണ്ട് ഞാനും 96 രൂപ കൊടുക്കാം. 220 വരെ മൈലേജും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ഞാനല്ലേ, വയലറ്റ് കഴിഞ്ഞാല് നീല കഴിഞ്ഞാൽ ചുവപ്പ്, ചുവപ്പ് കഴിഞ്ഞാൽ വെള്ളയുണ്ട്, വെള്ളയുണ്ട്, വേറെ നീല വേറെ ഉണ്ട്. ഓ ഞാൻ പറയണ്ടല്ലേ. അപ്പൊ ഞാൻ മോഡലുണ്ട് ഓപ്പിൻസ് ആണ്, ഓപ്പിൻസ് ആണല്ലേ, എല്ലാ കളറും ഉണ്ടാവും. എങ്ങനെ ഇത് മോഡൽ വരുന്നത്? 11 മോഡല്. ഇത് 11 മോഡലുണ്ട്. 50,000 റുപ്യക്ക് ഈ നാന കൊടുക്ക. കിലോമീറ്റർ എന്ന് പറയണ്ടല്ലോ, എത്ര 83 ഓടിയിട്ടുണ്ട്. മൂന്നാമത്തെ നിലവിലുള്ള മൂന്നാമത്തെ ഓണർഷിപ്പ്. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. 50,000 റുപ്യക്ക് നാനാണ് കൊടുക്കാം അല്ലേ? 90,000 റുപ്യക്ക് 2 നാനും കൊടുക്കാം, 50,000 റുപ്യക്ക് 1 നാനും കൊടുക്കാം അല്ലേ? എല്ലാം കൂടി ഉഷാർ വണ്ടി അല്ലേ? അടുത്ത വണ്ടി ബ്ലാക്ക് എഡിഷൻ ലാൻസറുകളില്. ലാൻസർ എത്ര റുപ്യ നമ്മൾ സ്റ്റോക്ക് ഉണ്ട്? 2 വണ്ടി ഉണ്ട് ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് ഉണ്ട്. ഈ ബ്ലാക്ക് ഉണ്ട്, ഒരു വെള്ള വേറെ, ഒരു ഗോൾഡനിൽ പോയി. അപ്പൊ ഈ ബ്ലാക്കിന്റെ മോഡലുണ്ട്. 2006 മോഡല്. 6 മോഡലാണ്. എത്ര വരെ പേപ്പർ ഉണ്ട്? 2028 പേപ്പർ ഉണ്ട്. നമ്പർ ഫാൻസി നമ്പറും ഉണ്ട്, 2000 നമ്പറും ഉണ്ടല്ലോ അല്ലേ? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇത് ഓടിക്കൊണ്ട് അറിയാൻ പറ്റുമോ? ഓടിക്കൊണ്ട് 2 ലാക്ക് 2 ലക്ഷം ഓടിക്കണം. റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജർ ഒന്നുമില്ല. എ സിക്ക് എന്താ ചെറിയ പണിയുണ്ട് നോക്കണം. എ സി പണി എന്താ ചെറുതായിട്ടുണ്ട്. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ഉഷാറാണ്. എന്നാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാല്? ഇതിന് ചോദിക്കണത് 1.30 കേട്ടോ. 1,30,000 റുപ്യക്ക് ലാൻസർ ബ്ലാക്ക് എഡിഷൻ വണ്ടി കൊടുക്കാം. അത് കുറച്ചും കൊടുക്കാം. ഫാൻസി നമ്പറിലല്ലേ? റെഡി പൈസകൾ ഉണ്ടാക്കാനുള്ളൂ. ഇതിനെല്ലാം നീറ്റുള്ള വണ്ടി നമ്മൾ വേറെ 1.60 ചോദിക്കണം കേട്ടോ. 1.60 വേറെ ഉണ്ട്, അത് കാണിച്ചു കൊടുക്കാം. എല്ലാം വർക്കിംഗ്. എ സി കംപ്ലൈന്റ് ഒന്നുമില്ല. ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 18 മൈലേജ് ഉണ്ടാവും. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ ഫ്ലുവൻസ്. റെനോൾട്ട് തന്നെ ആണല്ലേ? നല്ല അടിപൊളി സെഡാൻ വണ്ടിയിലെ 2012 മോഡലുണ്ട് കേട്ടോ. 12 മോഡല് 3004 നമ്പറിലെ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി 1.25 ഓടിയിട്ടുണ്ട്. 1.25 ഓടിക്കണം. ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എത്ര ഓടിക്കണം? 1.25 ലക്ഷം കിലോമീറ്റർ ഓടിക്കണല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? മേജർ ഒന്നുമില്ല. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അലവില് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നല്ലേ? എത്ര വണ്ടി കമ്പനി ചോദിക്കണെന്നാല്? ചോദിക്കണത് 2,20,000. 2,20,000 ചോദിക്കുന്നുണ്ട്. അത് കുറച്ചും കൊടുക്കും. നമുക്ക് 1.5 ലോൺ കൊടുക്കാം. ലോൺ കയറും. 1.5 ലക്ഷം ലോണും കയറും. ഏകദേശം ഒരു 10-60 റുപ്യ 50 റുപ്യ മുടക്കില്ല, അല്ലെ 40 മുടക്കിൽ വണ്ടി കൊടുക്കാം. പിന്നെ ഒന്നുകൂടി വണ്ടി പുതിയ വന്നിട്ടുണ്ട്. ആഷ് കളറില്. ആഷ് കളറിൽ വേറെ ഉണ്ട്. അത് എത്ര ചോദിക്കണ്ടേ? പണി ചെയ്യണം. പണി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും. ആവശ്യക്കാരെ വിളിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ? അടുത്ത വണ്ടി ഫിയറ്റിന്റെ ലിനിയാണ്. 2015 മോഡല് സിംഗിൾ ആർസി ഉണ്ട്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയിലെ 28-26 നമ്പറും ഉണ്ട്. ബ്ലാക്ക് എഡിഷൻ വണ്ടിയിലെ മോഡൽ 2015 മോഡലേ. പുതിയ ഇൻഷുറൻസ് തുറക്കാൻ സിംഗിൾ ആർസി 1.13 ഓടിയിട്ടുണ്ടോ? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? 1.14 ഓടിയുണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല്? ചോദിക്കണത് 2,30,000 2.30 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കൂലേ? ലോണ് കാര്യങ്ങളൊക്കെ ലോൺ കിട്ടാൻ വേണ്ടിയാണ്. പ്രയാസമാണ്. കിട്ടാൻ ചാൻസ് ഉണ്ട്. സെർട്ട് ലോൺ ചെയ്ത് കൊടുക്കും. നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാല്ലേ? ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 18 മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഹോണ്ട സിറ്റികളാണല്ലേ? അത് സിവിക് ആണല്ലേ? സിവിക് എങ്ങനെ മോഡലുണ്ട്? 2008 മോഡൽ 28 പേപ്പർ ഉണ്ട്. 28 പേപ്പർ ഉണ്ട്. അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 83 ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 4ാമത്തെ നിലയിലുള്ളല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മേജർ ഒന്നുമില്ല. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ധൈര്യമായിട്ട് പറയാലോ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 2 ലക്ഷമാണ്. 2.5. അതിന് കുറച്ച് കൊടുക്കും. റെഡി പൈസകൾ ഇറക്കാനുള്ളൂ. റെഡി. ഇവ ലോൺ കയറുമോ? ലോൺ കിട്ടില്ല, കയറൂല. ഇല്ല. റെഡി പൈസ കൊണ്ടുവെക്കാം അല്ലേ? പെട്രോൾ വണ്ടി എത്ര മൈലേജ് കിട്ടും? അതിനൊരു 10 കിലോമീറ്റർ മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഹോണ്ട സിറ്റിലെ സിൽവർ കളർ 2014 മോഡൽ കേട്ടോ. 14 ആണല്ലേ? ഇത് ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ എസ് ഓപ്ഷൻ ആയിരുന്നല്ലേ? കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 95,000 ഓടിയിട്ടുണ്ട്. അലവിലെ കർഷക ചെയ്ത വണ്ടിയില്ലേ? 4th ഓണർഷിപ്പ് കേട്ടോ. 4ാമത്തെ ഓണർഷിപ്പില്ലേ? അലവിൽ ചെയ്തോ? ടയർ കാര്യങ്ങൾ അതും ആവറേജ്. സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ?
ഡീസലാണ് അത്യാവശ്യം മൈലേജ് കിട്ടും. മൈലേജ് ഉണ്ടാവും. എന്നാ റീപ്ലേസ് ഉണ്ടോ? മേജർ ഒന്നുമില്ല. മേജർ റീപ്ലേസ് ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ? ഇതിന് 3.50. 3,80,000 റുപ്യക്ക് ഹോണ്ട സിറ്റി കൊടുക്കുക, അത് കുറച്ചും കൊടുക്കുക. 20 മേലെ മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഷവർലെന്റെ സെയിലാണ്. 2015 മോഡൽ കേട്ടോ. ക്രൂസ് മാറ്റാണ് അല്ലേ? ഇത് ഒറിജിനൽ മലപ്പുറം വണ്ടിയാ? കേരള വണ്ടി തന്നെയാണ്. ഇത് എത്ര ഓടിക്കണെന്നാല്? ഇത് 1.32 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർ കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ്സിനൊരു പൊട്ടുണ്ട്, അങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ. പൊട്ടുണ്ട്, മാറിയിട്ടില്ല. മാറ്റി കൊടുക്കാം. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? അത്യാവശ്യം എല്ലാം വൃത്തിയിൽ ചെയ്തോണ്ടില്ലേ? എല്ലാം കൊണ്ട് ഉഷാറ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതാല്? ഇതിന് ചോദിക്കുന്നത് 1,60,000 കേട്ടോ. 1.60. 1,60,000 റുപ്യക്ക് ഷവർലിന് ക്രൂസ് മാറുള്ള സെയിൽ കൊടുക്കാം. കുറച്ചും കൊടുക്കാം. റെഡി പൈസക്ക് വണ്ടി ഇറക്കും. ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 18 മൈലേജും കിട്ടും. അടുത്ത വണ്ടി മഹീന്ദ്രന്റെ ലോഗണല്ലേ? നല്ല മൈലേജ് ഉള്ള അടിപൊളി വണ്ടി. എങ്ങനെ മോഡലായിരുന്നാല്? ഇത് 2008 മോഡലാട്ടോ. 8 മോഡൽ. എത്ര പേപ്പർ ഉണ്ട്? പേപ്പർ 28 28 പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4th ഓണർഷിപ്പ് കേട്ടോ. 90,000 4th ഓണർഷിപ്പാണ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? മേജർ ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? നല്ല വൃത്തിലുണ്ടല്ലേ? സീറ്റിൽ വരണക്ക് ഉഷാറാണ്. കാണാനും ചൊറുക്കുണ്ട്. ഇത് ഡീസലിലുണ്ട്. പെട്രോളാ? ഡീസലാകുമ്പോ പെരും മൈലേജ് ആണ്. പെട്രോൾ ആകുമ്പോ കുറച്ച് കുറയും ചെയ്യും. 15 ലെവലില് അടിപൊളി സടാ വണ്ടിക്ക് മൈലേജും കിട്ടും. കംപ്ലൈന്റ് വരില്ലല്ലോ? കമ്പനി കമ്പനി അതേമാതിരി നല്ല അടിപൊളി ചോദിക്കണ വില 90 രൂപ. 90 രൂപ ചോദിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ കുറച്ച് കൊടുക്കാല്ലേ? പെട്രോൾ ആകുമ്പോ 10-15 മൈലേജും കിട്ടും. അടുത്ത വണ്ടി ലാൻസർ അല്ലേ? ലാൻസർ എങ്ങനെ മോഡലുണ്ട്? 2007 വണ്ടി 29 പേപ്പർ ഉണ്ട് കേട്ടോ. 7 മോഡൽ 29 പേപ്പർ ഉണ്ട്. കിട്ടില്ല വണ്ടി. എല്ലാം കൊണ്ട് ഉഷാറാണല്ലേ? അളവിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അളവിലൊക്കെ ചെയ്ത വണ്ടിയിലത്. എത്ര ഓടിക്കണെന്നാല്? ഓട്ടം 1.60 ഓടിക്കുന്നുണ്ട്. 1,60,000. 5th ഓണർ. 5th ഓണർഷിപ്പാ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞാണ് കൊടുക്കാല്ലേ? സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. നല്ല ചൊറുക്കുള്ള വണ്ടിയില്ലേ? മെക്കാനിക് ഇഞ്ചിനൊക്കെ ഉഷാറാണ്. എടുക്കുന്നവർക്ക് ഒരു പേടിയും പഠിച്ചേട്ടാ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? 1.60. 1,60,000 റുപ്യ ലാൻസർ കൊടുക്കുക. വെള്ള കളർ അലവിലിട്ട വണ്ടി. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. റെഡി പൈസക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഡീസലാകുമ്പോ മൈലേജ് കിട്ടും. 18 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയ വീട് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനലിൽ കടന്ന് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി കാണാം.